ഈ ഒരു UPSC 2022 ക്വസ്റ്റ്യനിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഓഡ് ഡിജിറ്റ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഈ 3 ഡിജിറ്റിൻ്റെ ഓരോ പ്ലേസസും ഫില്ല് ചെയ്യാൻ നമുക്ക് ഓഡ് നമ്പേഴ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമുക്ക് 1, 3, 5, 7, 9 എന്നുള്ള 5 ചോയ്സസ് ആണുള്ളത്. ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് രണ്ടാമതൊരു കണ്ടീഷൻ ഉണ്ട്. ഈ നമ്പർ എന്ന് പറയുന്നത് 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. 5 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂൾ അറിയാം. യൂണിറ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 5 ആയിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ഓഡ് ഡിജിറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ ഫില്ല് ചെയ്യാവുന്ന ഏക നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് 5 എന്നുള്ള ഒരൊറ്റ ചോയ്സേ യൂണിറ്റ് പ്ലേസിലുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള 2 പ്ലേസസിലും 5 എന്നുള്ള നമ്പർ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് റിമൈനിങ് 4 ചോയ്സസ് ആണുള്ളത്. 1, 3, 7, 9 എന്നുള്ള ഈ 4 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ യൂസ് ചെയ്ത് ഈ ഒരു പ്ലേസ് ഫില്ല് ചെയ്യാം. സോ അവിടെ നമുക്ക് 4 ചോയ്സസ് വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അവിടെ ഒരു നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ആയിട്ട് 3 ഡിജിറ്റ്സ് ആണ് നമുക്കുള്ളത്. സോ ആ 3 ഡിജിറ്റ്സിലെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് യൂസ് ചെയ്ത് നമുക്ക് സെക്കൻഡ് പ്ലേസും ഫില്ല് ചെയ്യാം. അതായത് എക്സാമ്പിളായിട്ട് ഇവിടെ ഞാനിപ്പോൾ 1 എന്നുള്ള നമ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് പ്ലേസിൽ എനിക്ക് ചോയ്സ് ആയിട്ട് വരുന്നത് 3, 7, 9. ഈ 3 നമ്പേഴ്സിലെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കണം എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് പ്ലേസിൽ എനിക്ക് 4 ചോയ്സസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് പ്ലേസിൽ എനിക്ക് ഒരു നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ബാക്കി 3 ചോയ്സസ് ആണുള്ളത്. സോ ടോട്ടലി എനിക്ക് വരുന്നത് ഈ പ്ലേസിൽ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. 5 എന്നുള്ള ഒരൊറ്റ ചോയ്സേ ഉള്ളൂ. സോ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 4 × 3 × 1 ആണ്. ദാറ്റ് ഈസ് 12. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.